ഡൽഹിയിൽ മൂന്നാമതും ഭരണത്തിലിരിക്കാമെന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ മോഹത്തിന് കനത്ത തിരിച്ചടി നൽകി ബി.ജെ.പി. മുന്നിൽ കുതിക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രിയായി താൻ തിരിച്ചുവരുമെന്ന് ആത്മവിശ്വാസത്തോടെ കരുതിയിരുന്ന ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ പർവേഷ് വർമ്മയോട് തോറ്റിരിക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രിയായി പർവേഷ് വർമ്മ അധികാരത്തിൽ വരുമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബി.ജെ.പിയുടെ പരിചയസമ്പന്നനായ നേതാവും പടിഞ്ഞാറൻ ഡൽഹിയിൽ നിന്ന് 2 തവണ പാർലമെന്റ് അംഗവുമായിട്ടുള്ള വർമ്മ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തിയതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. ആരാണ് പർവേഷ് വർമ്മ? ജാട്ട് സമുദായത്തിൽ നിന്നുള്ള ബി.ജെ.പിയുടെ മുതിർന്ന നേതാവാണ് പർവേഷ് വർമ്മ. അദ്ദേഹത്തിന്റെ പിതാവായ സാഹിബ് സിംഗ് വർമ്മ ഡൽഹി മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മാവനായ ആസാദ് സിംഗ് നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1977 ജനിച്ച പർവേഷ് വർമ്മ ആർ.കെ. പുരത്ത് സ്ഥിതി ചെയ്യുന്ന ഡൽഹി പബ്ലിക് സ്കൂളിൽ നിന്നാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ കിരോരി മാൾ കോളേജിൽ നിന്ന് ബിരുദം നേടി. അതിനുശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം വലിയ തോതിൽ വളർന്നു. വൈകാതെ തന്നെ ഡൽഹിയുടെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഒരു പ്രധാന നേതാവായി അദ്ദേഹം മാറി. തനിക്ക് 89 കോടി രൂപയുടെ വ്യക്തിഗത ആസ്തിയും ഭാര്യ സ്വാതി സിംഗിന് 24.4 കോടി രൂപയുടെ ആസ്തിയുമുണ്ടെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പർവേഷ് വർമ്മ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരുടെ ആകെ ആസ്തി 113 കോടി രൂപയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 2.2 ലക്ഷം രൂപ പണമായി കയ്യിലുണ്ടെന്നും 52.75 കോടി രൂപയുടെ ഓഹരി വിപണി നിക്ഷേപങ്ങളും 17 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നിക്ഷേപങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. സ്വാതി സിംഗിന്റെ പേരിൽ 5.5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസികളുമുണ്ട്. ടൊയോട്ടോ ഫോർച്യൂണർ, ടൊയോട്ടോ ഇന്നോവ, മഹീന്ദ്ര XUV എന്നിവ ഉൾപ്പെടെ നിരവധി ആഡംബര വാഹനങ്ങളും പർവേഷ് വർമ്മയ്ക്ക് സ്വന്തമായുണ്ട്. 8.25 ലക്ഷം രൂപയുടെ സ്വർണവും കൈവശമുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി.